തായ്ലൻഡിൽ റോഡ് ഇടിഞ്ഞു താണൊരു അപകടമുണ്ടായി. തലസ്ഥാനമായ ബാങ്കോക്കിലെ നഗര മധ്യത്തിലുള്ള റോഡാണ് ഇടിഞ്ഞു വലിയ ഗതാഗത തടസ്സമുണ്ടാക്കി വലിയ ഗർത്തം രൂപപ്പെട്ടത്. 3 വാഹനങ്ങൾ കുഴിയിലേക്ക് വീണു എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. സന്ധ്യപ്രഭ ആ വിവരങ്ങൾ നൽകും. സന്ധ്യ, ഇപ്പോൾ വലിയൊരു ഗർത്തം കാണുന്നുണ്ട് ദൃശ്യങ്ങളിൽ. അന്താരാഷ്ട്രത്തിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ റോഡും ഇതുമായി ബന്ധപ്പെട്ട അപകടവും. ഏതരത്തിലുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്? രതീഷ്, തായ്ലൻഡിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിൽ നിന്നാണ് ഞെട്ടിക്കുന്ന ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. തിരക്കേറിയ റോഡിലാണ് ഇത്തരത്തിൽ വലിയൊരു ഗർത്തം രൂപപ്പെടുന്നത്. കാറുകൾ ഗർത്തത്തിലേക്ക് പതിക്കുന്നതും ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് തീ പിടിക്കുന്നതും ഒക്കെ ആ ദൃശ്യങ്ങളിൽ കാണാം. ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നതും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും 3 കാറുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നതല്ലാതെ ആളപായം ഉണ്ടായിട്ടില്ല എന്ന് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഏറെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വലിയ രീതിയിലുള്ളൊരു ഗർത്തം രൂപപ്പെടുന്നു. ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഭൂഗർഭ ട്രെയിൻ സ്റ്റേഷനിന്റെ നിർമ്മാണം നടക്കുന്നതാണ് ഇത്തരത്തിലൊരു ഗർത്തം രൂപപ്പെടാൻ കാരണമായത് എന്നതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും ആളുകളെയൊക്കെ പരിഭ്രാന്തരാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു ഗർത്തം രൂപപ്പെട്ടത്. തിരക്കേറിയ റോഡിലായിരുന്നു. കാറുകൾ പിന്നോട്ടെടുക്കുന്നതും ഒക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആളപായമില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. രതീഷ്, ശരി. തായ്ലൻഡിൽ റോഡ് ഇടിഞ്ഞതാണ്. അത് തലസ്ഥാന നഗരമായ ബാങ്കോക്കിലാണ്. ബാങ്കോക്കിലെ ദൃശ്യങ്ങളാണെന്ന് നഗരമധ്യത്തിലാണ് റോഡ് ഇടിഞ്ഞതാണ് വലിയ ഗർത്തം രൂപപ്പെട്ടത്. വാഹനങ്ങൾ കുഴിയിലേക്ക് പോയി. സന്ധ്യപ്രഭയാണ് ആ വിവരങ്ങൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നൽകിയത്.